Hi guys, welcome to KK Flying Birds online class. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സംദ്രാനിൽ മുഖർജിയുടെ ഡ്രഗ് അബ്യൂസ് കോസസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന ആർട്ടിക്കിളിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമ്മറിയിലോട്ട് പോകാം. Samudranil Mukherjee opens the article Drug Abuse Causes and Solutions by saying that some people, especially some youths, have a misunderstanding that substance or drug abuse will help them to get rid of stress, cope with the same age groups, and attain momentary pleasure. സംദ്രാനിൽ മുഖർജി ഡ്രഗ് അബ്യൂസ് കോസസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന ആർട്ടിക്കിൾ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത് ചില ആൾക്കാർ, പ്രത്യേകിച്ച് യൂത്തുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷ നേടാം, അതുപോലെ തന്നെ സമപ്രായക്കാരുമായിട്ട് പെട്ടെന്ന് ഇടപഴകാൻ സാധിക്കും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുപോലെ തന്നെ നിമിഷ നേരത്തെ സന്തോഷം അവർക്ക് കിട്ടും എന്ന് തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇതെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രം. With this wrong notion, they start to consume drugs. അപ്പോൾ ഈ തെറ്റിദ്ധാരണയിൽ അവർ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. These days, several youngsters have become victims of drug abuse. ഈ കാലഘട്ടത്തിൽ ഒരുപാട് യൂത്തുകൾ മയക്കുമരുന്നിൻ്റെ ഇരയായിട്ടുണ്ട്. It is under media influence naive youngsters are using drugs because media, especially films and soap operas, often positively portray drug consumption. മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ ചില നിഷ്കളങ്കരായ യൂത്തുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് സിനിമ, സീരിയൽസ്, അപ്പോൾ ഇതിലൊക്കെ നമുക്കറിയാം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട്. Another reason is risk factors such as poverty, lack of parental care and support, academic problems, etc. trigger youngsters to indulge in drug abuse. ഇനി മയക്കുമരുന്ന് യൂത്തുകൾ ഉപയോഗിക്കാനുള്ള വേറൊരു കാരണമെന്ന് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സാണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അപകടത്തിലാക്കുന്ന ഘടകങ്ങൾ. ഇവിടെ ഞാൻ 3 എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. പോവർട്ടി, ദാരിദ്ര്യം, ലാക്ക് ഓഫ് പാരൻ്റൽ കെയർ ആൻഡ് സപ്പോർട്ട്, അച്ഛനും അമ്മയുടെയും ശ്രദ്ധയില്ലായ്മ, അവരുടെ പിന്തുണ ഇല്ലാത്തത്, അക്കാഡമിക് പ്രോബ്ലംസ്, പഠനത്തിലുള്ള പ്രശ്നങ്ങൾ. സോ we should reduce risk factors and provide protective factors such as parental care and love, societal support, motivation, etc. to these youngsters who are prone to risk factors. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുകയും അതിന് പകരം പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് കൂട്ടുകയും ചെയ്യണം. അപ്പോൾ യൂത്തുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന ഘടകങ്ങൾ. അതിന് ഞാൻ 3 ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. പാരൻ്റൽ കെയർ ആൻഡ് ലവ്, അച്ഛനും അമ്മയുടെയും സ്നേഹവും കരുതലും, സൊസൈറ്റൽ സപ്പോർട്ട്, സമൂഹത്തിൽ നിന്നും ഒരു പിന്തുണ, മോട്ടിവേഷൻ, പ്രചോദനവും. ഇത്രയുമാണ്. കോൺസിക്വൻസ്. ഡ്രഗ്സ് ആർ കെമിക്കൽസ് that target our brain and disrupt the communication system of our brain. ഡ്രഗ്സ് എന്ന് പറയുന്നത് കെമിക്കൽസ് ആണ്. അവർ നമ്മുടെ തലച്ചോറിനെയാണ് ലക്ഷ്യമിടുന്നത്. എന്നിട്ട് നമ്മുടെ തലച്ചോറിലെ ആശയവിനിമയ സംവിധാനത്തിനെ തടസ്സപ്പെടുത്തുന്നു. മരിjuana, ഹെറോയിൻ, മീതാംഫെറ്റമിൻ, കൊക്കൈൻ ആർ എക്സാമ്പിൾസ് ഓഫ് ഡ്രഗ്സ്. ഡ്രഗ്സിന് ഉദാഹരണം ആണ് മരിjuana, ഹെറോയിൻ, മീതാംഫെറ്റമിൻ, കൊക്കൈൻ. They imitate the functions of our brain's natural chemical messengers like neurotransmitters to trigger the brain's reward circuit excessively. അപ്പോൾ ഈ മയക്കുമരുന്നുകൾ നമ്മുടെ തലച്ചോറിൻ്റെ നാച്ചുറൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ അനുകരിക്കുകയും എന്നിട്ട് നമ്മുടെ തലച്ചോറിലുള്ള റിവാർഡ് സർക്യൂട്ട് ഉണ്ട്, അതിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഈ നാച്ചുറൽ കെമിക്കൽ മെസ്സഞ്ചേഴ്സിന് ഉദാഹരണമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അവരെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ഈ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് നമ്മുടെ തലച്ചോറിൽ നിന്ന് ശരീരത്തിലോട്ടും ശരീരത്തിൽ നിന്ന് തലച്ചോറിലോട്ടും സന്ദേശങ്ങൾ അയക്കുകയും കൈമാറുകയും ചെയ്യുന്നു. അതാണ് അവരുടെ ജോലി. ഓൾസോ ഡ്രഗ്സ് ലൈക്ക് methamphetamine and cocaine trigger nerve cells to release large volumes of neurotransmitters. അതുപോലെ തന്നെ മയക്കുമരുന്നുകളായ മീതാംഫിറ്റമിനും കൊക്കൈനും നമ്മുടെ നെർവ് സെൽസിനെ ഉത്തേജിപ്പിക്കുകയും ഈ നെർവ് സെൽസ് ധാരാളമായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പുറത്തുവിടുകയും ചെയ്യുന്നു. 2. Artificially trigger the brain's reward system.
These drugs depend on dopamine, a neurotransmitter that gives us a sense of happiness and satisfaction. അപ്പോൾ നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തിനെ കൃത്രിമമായിട്ട് ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഈ മയക്കുമരുന്നുകൾ ഡോപ്പമിനെയാണ് ആശ്രയിക്കുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു വ്യക്തിക്ക് സന്തോഷവും തൃപ്തിയും ഫീൽ ചെയ്യാൻ സഹായിക്കുന്നു. Thereby, these drugs turn the normal functions of the brain upside down. അങ്ങനെ ഈ മയക്കുമരുന്നുകൾ നമ്മുടെ തലച്ചോറിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളെ തകിടം മറിക്കുന്നു. Thus, brain decreases dopamine production and dopamine receptors. അങ്ങനെ തലച്ചോറ് ഡോപ്പമിൻ പ്രൊഡക്ഷനും ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെയും കുറയ്ക്കുന്നു. How can one stop drug abuse? എങ്ങനെ മയക്കുമരുന്ന് ഉപയോഗം നിർത്താം? There are several ways by which one can overcome drug abuse. മയക്കുമരുന്ന് ഉപയോഗം പല രീതിയിൽ നിർത്താവുന്നതാണ്. The first is prevention. ആദ്യത്തേത് നിരോധനമാണ്. Society and family should reduce risk factors and increase protective factors, minimize the communication gap and focus on an individual's mental well-being so that naive youngsters can cope with stress and depression. അപ്പോൾ സമൂഹവും ഫാമിലിയും റിസ്ക് ഫാക്ടേഴ്സ് അഥവാ ഒരു വ്യക്തിയെ അപകടത്തിലാക്കുന്ന ഘടകങ്ങൾ കുറയ്ക്കണം. എന്നിട്ട് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് അഥവാ ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്ന ഘടകങ്ങൾ കൂട്ടുകയും വേണം. അതുപോലെ തന്നെ സൊസൈറ്റിയും ഫാമിലിയും ആശയവിനിമയ അകൽച്ച യൂത്തുകളുമായിട്ടും അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിഷ്കളങ്കരായ യൂത്തുകൾക്ക് മാനസിക പിരിമുറുക്കം, ഡിപ്രഷൻ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അതിജീവിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, സ്ട്രെസ്സും ഡിപ്രഷനും നേരിടുന്ന വ്യക്തികൾ അബദ്ധത്തിൽ ഡ്രഗ് അബ്യൂസിൽ പോകാറുണ്ട്. These are the ways by which drug abuse can be prevented in individuals. അപ്പോൾ ഈ രീതിയിൽ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രഗ് ഉപയോഗത്തിലോട്ട് പോവാതിരിക്കാനും ഈ രീതി പ്രിവെൻഷൻ സഹായിക്കുന്നതാണ്. The second way is media should stop ideologizing drugs. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മയക്കുമരുന്ന് നല്ലതാണെന്ന് കാണിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. In some movies and soap operas, when a person undergoes an emotional strain or a problem, he consumes drugs as an escape. ചില സിനിമകളിലും സീരിയലുകളും നിങ്ങൾക്ക് അറിയായിരിക്കും, അതിലൊരു വ്യക്തി മാനസിക സംഘർഷമോ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ രക്ഷാമാർഗം എന്ന രീതിയിൽ അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കാണിക്കുന്നു. Youths who watch this misunderstand and use drugs. ഇത് കാണുന്ന യൂത്തുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. They should understand that no one can get away from a problem by doing escapism. അവർ മനസ്സിലാക്കേണ്ടത് ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അതിൽ ഒളിച്ചോട്ടം ഒരു പരിഹാരമല്ല. Every problem has a solution. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ട്. One has to face adversities, traumas, challenges and problems bravely and try to overcome them. ഒരാൾ അയാളുടെ ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും വളരെ ധൈര്യത്തോടു കൂടി നേരിടുകയും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. ഡ്രഗ് അബ്യൂസ് only aggregates one's stress and depression. മയക്കുമരുന്ന് ഉപയോഗം ഒരാളുടെ മാനസിക പിരിമുറുക്കത്തിനെയും അതുപോലെ തന്നെ ഡിപ്രഷനെയും കൂട്ടുകയേ ഉള്ളൂ. It never gives solutions to one's problems. മയക്കുമരുന്ന് ഉപയോഗം ഒരിക്കലും ഒരാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നില്ല. So, one should not be influenced by media. അതുകൊണ്ട് ഒരിക്കലും മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ ഒരാൾ വീഴാൻ പാടില്ല. Also, the media should show the negative aspects and health hazards of drug abuse. അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ദൂഷ്യവശവും ആരോഗ്യ പ്രശ്നങ്ങളും കാണിക്കേണ്ടതാണ്. They should also show how drug abuse deteriorates one's mental, physical and social well-being. അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഈ മയക്കുമരുന്ന് ഉപയോഗം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം അതുപോലെ തന്നെ സമൂഹത്തിനോട് ഇടപഴകാനുള്ള കഴിവ് നശിപ്പിക്കുന്നത് എന്നും കാണിക്കേണ്ടതാണ്. Victims.
ഇരകൾ. It is found out that street children in India are prone to drug consumption. ഇന്ത്യയിലെ തെരുവോരത്ത് താമസിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. Save the Children, an NGO, reported that in 2011, 46,411 out of 50,923 street children in Delhi consumed drugs. 2011 ഡൽഹിയിലെ തെരുവോരത്തിലെ 50,923 കുട്ടികളുണ്ട്. അതിൽ 46,411 കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് സേവ് ദ ചിൽഡ്രൻ എന്ന സന്നദ്ധ സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. The Ministry of Social Justice and Empowerment mentioned that 46,410 street children were using drugs in 2016. അപ്പോൾ ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് പറയുന്നത് 2016 46,410 തെരുവോരത്തിൽ താമസിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ്. Drugs are taking the lives of many children below 18. 18 വയസ്സിന് താഴെയുള്ള ഒരുപാട് കുട്ടികളുടെ ജീവൻ ഡ്രഗ് എടുക്കുന്നുണ്ട്. The National Crime Bureau reported that owing to drug abuse, 34 children below 18 died unprecedentedly in 2016. അപ്പോൾ 2016 18 വയസ്സിന് താഴെയുള്ള 34 കുട്ടികളുടെ ജീവനുകളാണ് ഡ്രഗ് എടുത്തത് എന്ന് ദ നാഷണൽ ക്രൈം ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിഷൻസ്. State and central governments, several NGOs, police, etc. have started loads of programs, initiatives, schemes, etc. to curb drug abuse. സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകളും പോലീസും ഈ മയക്കുമരുന്ന് ഉപയോഗം നിരോധിക്കാനും തടയിടാനും വേണ്ടി ഒരുപാട് പ്രോഗ്രാംസും അതുപോലെ തന്നെ സംരംഭങ്ങളും കാര്യപദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. The Haryana government has introduced a scheme named Central Sector Scheme of Assistance for Prevention of Alcoholism and Substance or Drug Abuse, through which government will provide funds to NGOs, Panchayati Raj institutions and urban local bodies for helping drug abusers to stop drug consumption forever. അപ്പോൾ ഹരിയാന ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കാര്യപദ്ധതിയുടെ പേരാണ് സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് അസിസ്റ്റൻസ് ഫോർ പ്രിവെൻഷൻ ഓഫ് ആൽക്കഹോളിസം ആൻഡ് സബ്സ്റ്റനൻസ് ഓർ ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഹരിയാന ഗവൺമെൻറ് ഒരുപാട് സന്നദ്ധ സംഘടനകൾക്കും പഞ്ചായത്ത് രാജിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കും നഗരത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഫണ്ട് നൽകാറുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള അവയർനെസ് ക്ലാസ്സുകളും കൗൺസിലിങ്ങും ഇവർക്ക് നൽകാവുന്നതാണ്. Charita Nirman Sevadan Trust, an NGO that took everyone's attention to drug abuse among prisoners, urged to give them counseling and awareness classes to stop using drugs and cope with stress and depression. അപ്പോൾ ചരിത നിർമ്മാൺ സേവാദാൻ ട്രസ്റ്റ് എന്ന സന്നദ്ധ സംഘടന എല്ലാവരുടെയും ശ്രദ്ധ കുറ്റവാളികളിലെത്തിച്ചു. ഈ കുറ്റവാളികളുടെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് മാനസിക പിരിമുറുക്കവും അതുപോലെ തന്നെ ഡിപ്രഷനും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടി ഇവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ NGO പറഞ്ഞത് ഈ കുറ്റവാളികൾക്ക് കൗൺസിലിംഗ് ക്ലാസ്സസും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സും കൊടുക്കേണ്ടതുണ്ട്. Then, Chedana, an NGO, is trying to establish friendship between police and street children who are vulnerable to drug abuse. ചേതന എന്ന സന്നദ്ധ സംഘടന ഈ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള തെരുവോരത്ത് താമസിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഇടയ്ക്ക് ഒരു സുഹൃത്ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. The Delhi AIDS Control Society, DACS, found out that many medical practitioners need training in behavioral therapy, psychotherapy, physiatry, etc. to cure drug abusers. DACS പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ബിഹേവിയറൽ തെറാപ്പി, സൈക്കോതെറാപ്പി, ഫിസിയാട്രി ഇത്രയിലും
ട്രെയിനിങ് നൽകേണ്ടത് അത്യാവശ്യമാണ്. ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് ഒരു തരം ചികിത്സാ രീതിയാണ്. അവിടെ ഒരു വ്യക്തിയുടെ പെരുമാറ്റ രീതിയാണ് നോക്കുന്നത്. മോശപ്പെട്ട പെരുമാറ്റ രീതി മാറ്റിയിട്ട് നല്ല ബിഹേവിയേഴ്സ് അയാളിൽ കൊടുക്കുന്നു. സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് മാനസിക രോഗ ചികിത്സ. പിന്നെ ഫിസിയാട്രി എന്ന് പറയുന്നത് ഫിസിക്കൽ മെഡിസിന് കൊടുത്ത് ഒരു വ്യക്തിയെ പൂർവ്വസ്ഥിതിയിലോട്ട് ആക്കുന്നതാണ്. Under their pressure, authorities have cancelled the license of 20 medical shops because they were illegally selling addictive medicines in Delhi in 2016. അപ്പോൾ ഇവരുടെ സമ്മർദ്ദത്തിൽ 2016 അധികാരികൾ 20 മെഡിക്കൽ കടകളുടെ ലൈസൻസാണ് റദ്ദ് ചെയ്തത്. കാരണം ഈ 20 മെഡിക്കൽ കടകൾ നിയമവിരുദ്ധമായിട്ട് അഡിക്റ്റീവ് മെഡിസിനുകൾ ഡൽഹിയിൽ വിറ്റുകൊണ്ടിരുന്നു. The Delhi Zonal Unit of the Narcotics Control Bureau proposed that stakeholders like the police, excise, customs, etc. can have equal power to fight against drug abuse. അപ്പോൾ ഡൽഹി സോണൽ യൂണിറ്റ് ഓഫ് ദ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നിർദ്ദേശിച്ചത് പോലീസ്, എക്സൈസ്, കസ്റ്റംസ് എന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഈ മയക്കുമരുന്നിന് എതിരെ പോരാടാൻ അവർക്ക് തുല്യ അധികാരം ഉണ്ട് എന്ന് നിർദ്ദേശിച്ചു. സമ്മറി ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് KK ഫ്ലൈയിങ് ബേർഡ്സ് ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.